നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കും നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും സഞ്ചരിക്കുന്ന സത്യസദാചാരമാർത്തുള്ള വിത്തുപുരയിൽ നിന്ന് നമ്മുടെ പ്രപഞ്ച സംവിധാനത്തെ നിയന്ത്രിക്കുന്ന സൂര്യഗീതത്തിലൂടെ ഞങ്ങൾ നമ്മുടെ എല്ലാ വീട്ടമ്മമാർക്കും, അടുക്കളപ്പണി എടുക്കുന്നവർക്കും, ഓട്ടോറിക്ഷക്കാർക്കും, ചെറിയ തൊഴിൽ ചെയ്യുന്ന തുന്നൽക്കാര്, ഓട്ടോറിക്ഷക്കാര്, ലൈൻമാൻ, പോസ്റ്റ്മാൻ, NSS വിദ്യാർത്ഥികൾ ഏവർക്കും വേണ്ടി ONV ഗ്രൂപ്പിന്റെ സൂര്യഗീതത്തിലൂടെ ഒരു കവിതയിലെ വിത, കവിതയിലുണ്ട് വിതകൾ കേട്ടോ. 3 കവിതകളാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ശാസ്ത്രീയമായ കുറെ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തുക, നമ്മളെ ചിന്തിക്കാൻ പഠിപ്പിക്കുക. ഇതുവരെ അവിടെ ഇല്ലാതിരുന്ന അറിവിനെ നിറയ്ക്കുക എന്നതല്ല, നമ്മൾ നമ്മുടെ മനസ്സിന്റെ കണ്ണിനെ വെളിച്ചത്തിലേക്ക് തുറക്കുകയും അതുപോലെ തന്നെ ചിന്തകൾ അടിച്ചേൽപ്പിക്കുകയല്ല, ചിന്തിക്കാൻ നമ്മളുള്ള വിഷയങ്ങൾ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുകയും ചെയ്തതാണ് കവിത നിർമ്മിച്ചവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ആദ്യം സൂര്യഗീതത്തിലെ കുറച്ച് വരികളും, പിന്നെ ഭൂമിക്കൊരു ചരമഗീതത്തിലെ കുറച്ച് വരികളും, പിന്നെ നമ്മളെ മണ്ണിനോടനുബന്ധിച്ച നമ്മുടെ പ്രകൃതിയെ മാതാവായും അധ്വാനത്തെ പിതാവായും കാണുന്ന അമ്മ എന്ന കവിതയുടെ കുറച്ച് വഴികളും കൂട്ടിച്ചെല്ലുകയാണ്. ദീർഘമായി കേൾക്കുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു കവിതയിലെ പിതാ. സൂര്യാദേ സ്വസ്തി. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ സ്വസ്തി. വറ്റാത്ത നിറവാർന്ന തപ്തദീപ്തമാം അക്ഷയ പാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നോരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ കൊച്ചു ഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം. സപ്തസ്വരങ്ങളും സപ്തവർണ്ണങ്ങളും മഴവില്ലുകളുമാണ് നമ്മുടെ എന്തിലൊക്കെയാണ് അടിവെക്കുന്നത്? പൂവുകളിൽ അടിവച്ചു, പുഴകളിൽ നീരാടി, പുളിനഹരിതങ്ങളിൽ തളികകൾ നിറച്ചു, കിളിമൊഴികളാൽ സ്വരജതികൾ ഉരുവിട്ടു, കുളിരിന്റെ കുടമോതി തെങ്ങിന്റെ തിരുജടയിൽ ഇളനീരൊളിപ്പിച്ചു, കദളിയുടെ ഒരു മുലക്കൂമ്പു കൊണ്ടൊന്നല്ല 10 മണ്ണിന്റെ ഉണ്ണികളെയൊക്കെ അമൃതുട്ടുവാൻ പട്ടിന്റെ പോളകൾ തെറുതേറ്റി നിൽക്കുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം, ജീവന്റെ ഉന്മത്ത നൃത്തം. സ്വസ്തി ഹേ സൂര്യ ദേ സ്വസ്തി. ജാതി മത വർഗവർണ്ണ ഭേദമില്ലാതെ ഏവർക്കും സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് വരുന്ന അറ്റ്മോസ്ഫിയർ ഫെർട്ടിലൈസേഴ്സ്, അതായത് അന്തരീക്ഷ വളങ്ങൾ നമ്മുടെ ലയന ബലത്തിന് സഹായിക്കുന്ന പാണ്ഡിത്യമായി മാറട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് കവികളെല്ലാം വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന, വൃക്ഷത്തിൽ വിത്തുകൾ നിറയ്ക്കുന്ന, കാറ്റിന്റെ കൈകളിൽ എടുത്തവയെ എമ്പാടുമായി കുടിയിരുത്തി, ഇടിവെട്ടി മുളപൊട്ടി ഇല നീട്ടി, ഇടിവെട്ടി മുളപൊട്ടി ഇല നീട്ടി, വെയിൽ മോന്തി ശതശാഖികൾ പടർത്തിയൊരു കാടിന്റെ സാന്ദ്ര ഹരിതാപമാം ദൃശ്യമാം സംഗീതമാക്കുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം, ജീവന്റെ ഉന്മത്ത നൃത്തം. സ്വസ്തി ഹേ സൂര്യ ദേ സ്വസ്തി. 2 വരികളിലൂടെ നമ്മുടെ പൂർവികനായ കവി P. കുഞ്ഞിരാമൻ നായർ ഭരിഞ്ഞിട്ടുണ്ട് ഈ സാധനം. പക്ഷെ നമ്മൾ ദീർഘമായി മനസ്സിന് ശാന്തി നൽകുന്നതിനാണ് ഇത്രയും വരികൾ കൂടുതലായി നമുക്ക് നമ്മുടെ കവി ONV കുറിപ്പ് തന്നത്. 2 വരികളിലൂടെ എന്ന് പറയുമ്പോൾ, 1000 ചെന്നുള്ളോരശ്വത്ഥം സൂര്യസേവയാൽ ജരാനരയൊടിഞ്ഞാത്മസൗന്ദര്യം തളിക്കയായി. ആത്മസൗന്ദര്യം തളിക്കുന്ന, ജരാനരയൊഴിയുന്ന വർഷകാല
വെളിച്ചം 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 വെളിച്ചമീ മണ്ണിലാവിണ്ണിലൻ കണ്ണിലൻ ജീവനിൽ എൻ്റെ സ്വപ്നങ്ങളിലൻ ചുണ്ടിലുയലാടുന്നോരിണങ്ങളിൽ എന്നങ്കണത്തിലും എൻ്റെ അടുപ്പിലും എൻ അയൽ വീട്ടിലും പുന്നെല്ലു കൊയ്തുമെതിക്കും കളങ്ങളിൽ അന്നപാത്രങ്ങൾ നിരത്തും തളങ്ങളിൽ വേരിന്റെ ദാഹം തുടിക്കുമിലകളിൽ ചേറിലും പൂവിടവും ആത്മവിശുദ്ധിയിൽ എല്ലാ മനസ്സിലും എല്ലാ മുഖത്തും ഇന്നെല്ലാ മിഴിയിലും എല്ലാ മൊഴിയിലും എങ്ങും മനുഷ്യന്റെ ചത്തവും ചുരുമുണ്ടങ്ങെങ്ങുമെങ്ങും വെളിച്ചം വെളിച്ചമെന്നുള്ളൂ. വിവേചന ബുദ്ധിയോടെ ചിന്തിക്കാനും രസങ്ങൾ നുകരാനും കണ്ടതിൽ നിന്ന് അതിൻ്റെ നിറങ്ങളും വർണ്ണങ്ങളും ഊറ്റിയെടുത്തുകൊണ്ട് മനുഷ്യ മനസ്സുകളിലേക്ക് സമാധാനം നൽകുന്നതിനുമാണ് കവിതകളിലൂടെ നമ്മൾ നിർമ്മിക്കുന്ന ജൈവരസ രത്നാകരത്തിന്റെ പേരാണ് നെല്ലു കൊയ്തുമെതിക്കും കളങ്ങളിൽ അന്നപാത്രങ്ങൾ നിരത്തും തളങ്ങളിൽ വേരിന്റെ ദാഹം തുടിക്കുമിലകളിൽ ചേറിലും പൂവിടും ആത്മവിശുദ്ധിയിൽ എല്ലാ മനസ്സിലും എല്ലാ മുഖത്തും ഇന്നെല്ലാ മിഴിയിലും എല്ലാ മൊഴിയിലും എങ്ങു മനുഷ്യന്റെ ചത്തവും ചൂരുമുണ്ടങ്ങെങ്ങുമെങ്ങും വെളിച്ചം വെളിച്ചമെന്നുള്ളൂ. ഉള്ളു നൊന്തെന്റെ ഈ പ്രാർത്ഥനയാകുന്ന വെള്ളപ്പിറാവിനെ ഞാൻ ഉയർത്തിയിടവേ. സർഗാത്മകമായ സൃഷ്ടികൾ നടത്തുമ്പോൾ അത് പ്രാർത്ഥനയായി മാറുകയും ആ പ്രവർത്തനത്തെയും ആ കർമ്മ പ്രവർത്തനത്തെ നമ്മൾ പ്രാർത്ഥനയാക്കുന്നതാണ് അന്നപാത്രങ്ങൾ. അന്നപാത്രങ്ങളിലേക്ക് രസങ്ങളും നിറങ്ങളും വരുന്നതാണ് സൂര്യഗീതം. പകൽ ഇല്ലാതെ ഇടതടവില്ലാതെ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് വെളിച്ചം വെളിച്ചം. ദ്യോവിൽ നിന്റെ ചക്രമുരുളുന്ന പോൽ സച്ചമോദമീ മണ്ണായ മണ്ണിലെല്ലാം എന്റെ ചോടുറപ്പിക്കുവാൻ മർത്യരാം മർത്യരോടാകയൻ പടുപാട്ടു പാടുവാൻ സ്വാതന്ത്ര്യമാണമൃതവും നമ്മൾ തേടുന്ന ജീവിതവും ആനന്ദവുമെന്ന് പറകൊട്ടിയോതുവാൻ പടുപാട്ടു പാടുവാൻ ഞാൻ ഇവിടെ നിൽക്കവേ നീ അതിലുയർക്കുന്നു സൂര്യ. എല്ലാവർക്കുമായി എപ്പോഴും എവിടെയും എന്തുകൊണ്ടും എല്ലാം കൊണ്ടും കത്തിയിരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യാസ്വസ്തി സൂര്യാദേ സ്വസ്തി. അപ്പോൾ ആശയപരമായ വിദ്യാഭ്യാസമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മളെ ഈ കുട്ടികളെല്ലാവരും ഒരു കൂട്ടായ്മയായി മാറുന്ന സ്വസ്ഥതയുള്ള ഒരു അഭിപ്രായത്തെ നമ്മൾ മതം എന്ന് വേണമെങ്കിലും പറയാം. അതാണ് നമ്മുടെ ആലിപ്പറമ്പിൽ നിന്നുള്ള വിത്തുപുരയിൽ നിന്ന് കുട്ടികൾ ധാരാളം വരുമ്പോൾ നമ്മൾ കവിതയിലെ വിധ, അതാണ് പാണ്ഡിത്യമായിട്ട് ആളുകൾക്ക് മനസ്താപത്തിന് കാരണമാകാതെ ഭൂമിക്കൊരു താങ്ങും തണലുമാകുന്ന ആയിരമുണ്ണിക്കനികൾക്കു തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും 1000 കാവുകളിൽ ഊഞ്ഞാലിടുന്നതും മാലിലത്തുമ്പത്തിരുന്നു തുള്ളുന്നതും 5 തൽപ്പുകളായി കയ്യാട്ടി നിൽപ്പതും അമ്പലപ്രാവായി നീ കുറുകുന്നതും 1000 പുഴകളുടെ വോളങ്ങളായി എൻ്റെ ആത്മഹർഷങ്ങൾക്കു താളം പിടിപ്പതും പൂവാകയായി പൂത്തിലഞ്ഞിയായി കൊന്നയായി പുത്തനാം വർണ്ണക്കുടകൾ മാറുന്നതും പിറന്നുറങ്ങുന്ന എല്ലാ പിഞ്ചു പൈതങ്ങൾക്കുമാണ് നമ്മൾ ഈ കുടകൾ നിവർത്തുമ്പോൾ തണലായി മാറേണ്ടത്. അതാണ് വിത്ത്, കൂടെ, WITH. വിത്ത് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കുന്ന എല്ലാ സാധനങ്ങളും വിത്തിന്റെ രുചിയും രൂപവും ഉണ്ട്. അതാണ് നമ്മുടെ ഈ ശരീരം. അതാണ് അൻപുള്ള സ്ഥലം അൻപലം. ഇപ്പൊ പണ്ടൊക്കെ പറഞ്ഞിരുന്നു ധാന്യപൂജ, വിത്ത് പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മുള പൂജ എന്നൊക്കെ. അതാണ് നമ്മൾ ഇങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങളിലല്ല ഉറങ്ങുന്നത്, ഉണരുന്നതും നമ്മുടെ മനസ്സുകളിലേക്ക് മാത്രമല്ല ആമാശയങ്ങളിലേക്ക് വരുന്ന വിത്തുകളിലുള്ള രസങ്ങളിലാണ് നമ്മൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും. അതാണ്
മുണ്ണിക്കനികൾക്കു തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും, 1000 കാവുകളിൽ ഊഞ്ഞാലിടുന്നതും, മാലിലത്തുമ്പത്തിരുന്നു തുള്ളുന്നതും, അഞ്ചിതൾ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും. ഇതാണ് 5 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറയില്ലേ. അതിൽ പാടെ അർത്ഥമുണ്ട് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിലും. 5 സ്റ്റാർ. അഞ്ചിതൾ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും, അമ്പലപ്രവായി കുറുകുന്നതും. അൻപുള്ള സ്ഥലം അമ്പലം, അതായത് സ്നേഹമുള്ള ശരീരത്തിന്റെ പേരാണ് അമ്പലം. ആ പ്രാവിന്റെ പാട്ടിന്റെ പേരാണ് സംഗീതം. പിന്നെയോ 1000 പുഴകളുടെ വോളങ്ങളായി എൻ്റെ ശബ്ദം എന്ന വെളിച്ചമില്ലെങ്കിൽ ലോകത്തിന് എന്താല്ലേ. നമ്മളിപ്പോൾ അള്ളാഹു പറയും, കർത്താവ് പറയും, ഈശ്വരൻ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒരു ശബ്ദബീജികളിലൂടെ നമ്മൾ പിടിച്ചെടുത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ വലിക്കുന്ന ശരീരം എന്ന രഥത്തെ മനസ്സ് എന്ന കടിഞ്ഞാൻ പിടിച്ച ബുദ്ധി എന്ന സാരഥി നയിക്കുമ്പോൾ അതിലേക്കാണ് നമ്മൾ വിതറിക്കൊണ്ടേയിരിക്കേണ്ട കവിതയിലെ വിത്തുകൾ. അഞ്ചിതൾ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും, അമ്പലപ്രാവായി നീ കുറുകുന്നതും, 1000 പുഴകളുടെ വോളങ്ങളായി എൻ്റെ ആത്മഹർഷങ്ങൾക്കു താളം പിടിപ്പതും. പൂവാകയായി പൂത്തിലഞ്ഞിയായി കൊന്നയായി പുത്തനാം വർണ്ണക്കുടകൾ മാറുന്നതും, കുമന്റെ മുളലായി പേടിപ്പെടുത്തി നീ കുയിലിന്റെ കൂവലായി പേടി മാറ്റുന്നതും. നെഗറ്റീവ് വരുമ്പോൾ തന്നെ നമ്മൾ ഒരു കുയിലിനൊപ്പം സഞ്ചരിക്കുമ്പോൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ മേടമാസത്തിൽ വിത്തും കൈക്കോട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുയിൽ ഉണർത്തുന്ന പോലെ തുകിലുണർത്തുന്ന കുയിലിന്റെ കൂവലായി പേടി മാറ്റുന്നതും, അന്തരംഗങ്ങളിൽ കളമെഴുതുവാൻ 100 വർണ്ണങ്ങൾ ചെപ്പിലൊരുക്കി വെക്കുന്നതും, സായന്തനങ്ങളെ സ്വർണമാക്കുന്നതും. ആകാശനീലിമയിലെ സായന്തനങ്ങളെ നോക്കുകൊണ്ട് 100 മൊബൈൽ തോന്നണേക്കാളും നല്ലതാണ്. അതിനെ കണ്ണ് ചിമ്പിയാലും കാണുന്നതിന് സാരാണ് സായന്തനങ്ങളെ സ്വർണമാക്കുന്നതും, സന്ധ്യയെ എടുത്തു നീ കാട്ടിൽ മറയുന്നതും. കവികളെല്ലാം സന്ധ്യ നേരത്തിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വർണ്ണിച്ചിട്ടുള്ളത്. എടുത്തു നീ കാട്ടിൽ മറയുന്നതും, പിന്നെ ഒരു ഷസ്സിനെ തോളിലേറ്റുന്നതും. അതാണ് നമ്മുടെ കൂട്ടായ്മയിലെയും സംഘടനത്തിലെയും സംഘടനയിലൂടെ നീയുമുണർത്തുവാൻ എന്നെ അമൃതൊട്ടുവാൻ കദളിവന ഹൃദയനീടത്തിലൊരു കിളിമുട്ടയടവച്ചു കവിതയായി നീ വിരിയിപ്പതും. നമ്മുടെ ഷൊർണൂർ എടുത്ത ലാൽ ജോസ് എന്ന സംവിധായകൻ വാഴത്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ പണ്ട് മാതൃഭൂമിയുടെ ഫ്രണ്ടിൽ വന്നിരുന്നു ഈ 2 വരികൾ. കിളിമുട്ട ഇങ്ങനെ വന്നിരുന്നു, പൊട്ടി കുട്ടികൾ അതിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കുകയാണ്. കിളിമുട്ട അടവച്ചു കവിതയായി നീ വിരിയിപ്പതും, ജലകണിക പോലവേ തരളമൻ വാഴ്വിനൊരു നളിനതളമായി നീ താങ്ങായി നിൽപ്പതും. നല്ല ബുദ്ധിയോടുകൂടി സംശുദ്ധിയോടുകൂടി ആ വാഴത്തോട്ടത്ത് നടന്ന സംവിധായകൻ കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം ഒക്കെ എഴുതുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, ബാല്യകാല സ്നേഹിതൻ, ശ്രീരാമകൃഷ്ണന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു NSS കോളേജിൽ ഒറ്റപ്പാലത്ത് ആയിരുന്നു. നമ്മളെ ലാൽ ജോസ് മായന്നൂരാണ്. അവിടെ നമുക്ക് കുറെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോ അത്തരം ഭാവനകളാണ് പ്രകൃതിയുടെ ഓരോ അടി വെച്ച് നടക്കുമ്പോൾ നമ്മൾ കാണുക. എന്നിട്ട് മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നു ഈ കവിതയുടെ ഈ 2 കണ്ടം. അടവച്ചു കവിതയായി നീ വിരിയിപ്പതും. എന്തിനാണത്? ജലകണിക പോലവേ തരളമൻ വാഴ്വിനൊരു നളിനതളമായി നീ താങ്ങായി നിൽപ്പതും. നമുക്കൊരു താങ്ങും തണലും തൂണുമായി മാറണം കവിതയിലെ താങ്ങായി നിൽപ്പതും. എന്നിട്ടോ നമ്മൾ സ്വയം അറിയണം. അതാണ് ചിന്ത. സ്വയം ചിന്തിക്കണം. എന്നിട്ടോ അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു നീ എൻ്റെ. അറിയണം. എന്നിട്ടോ നിറയണം നമ്മുടെ അൻപുള്ള സ്ഥലത്ത്, സ്നേഹമുള്ള സ്ഥലത്ത്. അതാണ് യഥാർത്ഥ അൻപുള്ള സ്ഥലം, അമ്പലം. എൻ്റെ അമൃതമേ നിൻ സ്മൃതികൾ മാത്രം, മധുരമുള്ള
ഓർമ്മകളുമായി സഞ്ചരിക്കുന്ന ഒരേ മനസ്സായിട്ട്. എന്നിട്ടോ പറന്ന് ചിറകടിച്ചിങ്ങനെ നടക്കുന്ന പക്ഷികളെ പോലെ ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമേ അരിയനിൻ ചിറകിന്റെ ഒരു തൂവലിൻ തുമ്പിലൊരു മാത്രയെങ്കിലൊരു മാത്രയൻ മധുരമാം വാഴ്വെന്ന സത്യം ചൊല്ലിപ്പോ. മധുരമാം വാഴ്വെന്ന സത്യം ജ്വലിപ്പൂ. ഇതാണ് സത്യസദാഗ്രഹാർത്ഥം. ആ സത്യം ജ്വലിക്കുന്നതിന്റെ പേരാണ് വിത. ഈ വിതച്ചുകൊണ്ടേ പോകുന്ന പ്രകൃതിയുടെ പേരാണ് സൂര്യഗീതമാണെങ്കിലും ഭൂമിക്കൊരു ചരമഗീതമാണെങ്കിലും അമ്മ എന്ന മാതൃമാവനമാണെങ്കിലും ഉമ്മയാണെങ്കിലും മമ്മിയാണെങ്കിലും വിതച്ചുകൊണ്ടേ പോകുന്നതിന്റെ പേരാണ് ഭൂമിഗീതം. ആ ഭൂമിയിലെ ഏറ്റവും നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ഫാക്ടറി മണ്ണ്. ആ മണ്ണിലാണ് നമ്മൾ അമൃതമീനിൻ സ്മൃതികൾ മാത്രം ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമേ അരിയനിൻ ചിറകിന്റെ ഒരു തൂവലിൻ തുമ്പിലൊരു മാത്രയെങ്കിലൊരു മാത്രയൻ മധുരമാം വാഴ്വെന്ന സത്യം ചൊല്ലിപ്പോ. കുട്ടികൾക്ക് വേണ്ടി ഇന്നും ഗൈനക്കോളജിസ്റ്റുകൾ കുറെ പ്രസവങ്ങൾ എടുത്തിട്ടുണ്ടാവും പുറത്തേക്ക് അല്ലേ. അതാണ് വിത്തുകൾ പ്രസവിക്കുകയാണ്, വിത്തുകളൊന്നും മുളയ്ക്കല്ല. അതാണ് മുളപൂജ. പുറത്തേക്ക് വന്നാൽ നമ്മൾ ആദ്യം തരുന്നതാണ് മാതാവിന്റെ മാറിടത്തിലെ ആ നീര്. അതിന്റെ പേരും കൂടിയാണ് എന്ത്? കവിത. പിന്നെ നമ്മളെ മാതാപിതാക്കളിൽ പിതാവ് വാരിത്തരുന്നതാണ് നെല്ല്. അതുപോലെ തന്നെയാണ് നല്ലതെല്ലാം വിതച്ചിരിക്കുന്നതാണ് ഈ ഭൂമിയിലെ വിതകൾ. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഉയരറ്റ നെന്മുഖത്തശ്രുബിന്ദുക്കളാലുദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലയാരും. ഈ ജ്ഞാനം ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ. ഇതാണ് ഞാറ്റുവേലയുടെ അർത്ഥം കേട്ടോ. 13 ദിവസം വീതമുള്ള 27 സമഭാഗങ്ങളായി ഭൂമി സൂര്യനെ ചുറ്റുന്ന പ്രദക്ഷിണ പാതയിൽ 12 വിത്തുഗുണം 12 കവിതയിലെ വിധ. അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ആണെന്നുണ്ടെങ്കിലും മുഹറം ഹജ്ജ് എന്നൊക്കെ പറയുന്ന അറബി സംസ്കൃതത്തിലാണെന്നുണ്ടെങ്കിലും ജനുവരി ഫെബ്രുവരി ആണെങ്കിലും മേടമേടവുമാണെങ്കിലും പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ. എണ്ണിയാൽ തീരാത്ത തങ്ങളിൽ ഇണങ്ങാത്ത. ഇണക്കുന്നതാണ് കവിതയിലെ ഓരോ വരികളും. സന്തതികളെ നൊന്തുപെറ്റുപോ ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാല കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നുവോ. പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നവർ തിമിർക്കവേ. ചിലതൊക്കെ നമ്മൾ വിലക്കണം, ഏതും വിലക്കാൻ നിൽക്കരുത്. അതാണ് യുവതലമുറയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും. അതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ പിന്നെ നമുക്ക് കുറെ അവകാശങ്ങൾ എവിടെയും കിട്ടും. അതാണ് നിന്നുവോ സ്വയം വിലക്കണം. അപ്പോഴാണ് ഹരിത മൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി. ഒടുക്കത്തെ ദാഹം തിരുഹൃദയ രക്തം കുടിക്കാൻ. ഇഷ്ടവധുവാം നിന്നെ സൂര്യനണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി നിൻ നഗ്നമേനിയിൽ നഖം താഴ്ത്തി. ഈ നഗ്നമേനിയുടെ പേരാണ്. ആവശ്യമില്ലെങ്കിൽ JCBകളും കാര്യങ്ങളും വാങ്ങിയത് കുന്നും മലകളൊന്നും ഇടിച്ചു നിരത്തരുത്. ആവശ്യത്തിലധികം കെട്ടിട നിർമ്മാണങ്ങൾ സ്വയം ആവശ്യം വരരുത്. അതായത് ഗവൺമെന്റ് സംവിധാനങ്ങളിൽ നടക്കുന്നത് പോലെയല്ല. നമ്മുടെ ആസക്തിക്കും ആർത്തിക്കും അനുസരിച്ചുള്ള സംഗതികൾ തരാൻ നമ്മുടെ ഭൂമിയിലില്ല. അതാണ് അവിടെ കുഞ്ഞിരാമൻ നായർ പണ്ടേ ഇത് പറഞ്ഞത്. നുറുങ്ങിപ്പൊടിയുന്നോരസ്ഥി കൂടത്തിലേറി നീ നൃത്തമാടി ചരിച്ചാലും കാളീ കാളരാത്രിയിൽ. ഇവിടെ പ്രകൃതിയെയും ചൂരൽമലയെയും പ്രളയത്തെയും കോവിഡിനെയും നിപ്പയെയും ഇപ്പോൾ വരുന്നുകൊണ്ടിരിക്കുന്ന ഓരോ മഹാമാരികളെയും വൈറസുകളെയും നമ്മൾ തടുക്കേണ്ടത് യുവതലമുറയുടെ ബാധ്യതയാണെന്ന് കവി അന്നേ ഓർമ്മിപ്പിച്ചു. അതാണ് നുറുങ്ങിപ്പൊടിയുന്നോരസ്ഥി കൂടത്തിലേറി നീ നൃത്തമാടി ചരിച്ചാലും കാളി കാളരാത്രിയിൽ. ഏതാണ് നുറുങ്ങിപ്പൊടിയുന്ന അസ്ഥികള്? ആവശ്യത്തിലധികം
ഇടിച്ചു നിരത്തപ്പെടുന്ന മലകളും കുന്നുകളും, മുറിച്ചു മാറ്റപ്പെടുന്ന മരങ്ങളും പുഴകളും, ഇല്ലേ? അതുപോലെ തന്നെയാണ് കെട്ടിപ്പൊക്കുന്ന ആരാധനാലയങ്ങൾ വരെ. ഇതൊക്കെ കണ്ട് കവി വിലപിച്ച ആ 2 വരികളിലൂടെയാണ് ONV ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ വിലാപത്തിന്റെ വരികൾ നീണ്ടുപോയതാണ്. ഇഷ്ടവധുവാം നിന്നെ സൂര്യൻ അണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി നിന്നഗ്നമേനിയിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നുതിരുമുതിരും അവർ മോന്തിമോ ആടിത്തിമിർക്കും തിമിർപ്പുകളിൽ എങ്ങെങ്ങുമാർത്തലയ്ക്കുന്നു മൃതിതാളം. അപ്പോഴും നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളും NSS കുട്ടികളായാലും ശരി, ഇന്ന് പ്രസവിച്ച പിറന്നു വീണ കുട്ടികളായാലും ശരി, കട്ടിലിൽ കിടക്കുന്ന കുട്ടിയാണെങ്കിലും തൊട്ടിൽ വളർന്നു വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ഈ ഭൂമിയെ പ്രണയിക്കണം. അറിയാത്ത ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥ എത്ര പഴകി. പുതിയ കഥ എഴുതുന്നു വസുതയുടെ മക്കളിവർ, വസുതയുടെ വസ്ത്രമൊരിയുന്നു വിപണികളിൽ അവ വിറ്റു മോന്തുന്നു. വിടനഗര മഴമുനകൾ കിളി തുടരുന്നു. കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിച്ചു രോഷമുണരുന്നു. നമ്മൾ ക്ലൗഡ് ബേസ്ഡ് എന്ന് പറയും, ജാർഖണ്ഡിലായാലും ചൂരൽമലയിലായാലും ഓരോ പ്രദേശങ്ങളിലും. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അതാണ് പ്രകൃതിയുടെ മേലുള്ള കടന്നുകയറ്റങ്ങളെ കുറിച്ച് മനുഷ്യൻ കൂടുതൽ അഹങ്കരിക്കാതിരിക്കുക. പ്രകൃതിപരമായി തന്നെ പകരം വീട്ടും. പ്രകൃതിയിൽ നിന്ന് ശിക്ഷകളോ പാരിതോഷികങ്ങളോ ഇല്ല. പ്രത്യാഘാതങ്ങൾ വേണ്ടുവോളം ഉണ്ടുതാനും. അതാണ് പടുകൂറ്റൻ മരങ്ങൾ മുതൽ പുൽക്കൊടികൾ വരെ നമ്മുടെ മലകളിലും കുന്നുകളിലും ധാരാളം വളർന്നു നിൽക്കുമ്പോഴാണ് ജൈവരസരത്നാകരം എന്ന സന്തുലിതാവസ്ഥ ഭൂമിയിൽ നിലനിൽക്കുന്നു. അതാണ് 10ഓ 20ഓ മക്കളെക്കാട്ടിലും വലുതാണ് ഒരു മരം എന്ന് പണ്ട് കവികൾ പറഞ്ഞുകൊണ്ടേയിരുന്നത്. 10 കിണറിന് തുല്യമാണ് ഒരു കുളമെന്നും, 10 കുളത്തിന് തുല്യമാണ് ജലാശയമെന്നും, 10 ജലാശയത്തിന് തുല്യമാണ് ഒരു പുത്രനെന്നും, 10 പുത്രന് തുല്യമാണ് ഒരു മരമെന്നും പണ്ടേ ഇത് പറയാനുള്ള കാരണം അതാണ്. വെറും മരം നട്ട് കാടുകൾ ഉണ്ടാക്കുക എന്നല്ല, എന്നാലും ആവശ്യത്തിമില്ലാത്തത് വെറുതെ മുറിച്ചു മാറ്റുക എന്നായിരിക്കരുത് നമ്മുടെ നയം. അതുകൊണ്ടാണ് അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥ എത്ര പഴകി. നമ്മളിപ്പോ വിത്ത് സത്യാഗ്രഹം എന്ന് പറഞ്ഞ് ആരംഭിച്ചത്, എനിക്ക് ആ വേർഡ് കിട്ടി തന്നെ നമ്മുടെ MB വീരേന്ദ്രകുമാറിന്റെ മാതൃഭൂമിയുടെ അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, കാട്ടും കാണാചരടുകൾ. നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാ NSSകാരും വായിക്കേണ്ട പുസ്തകമാണ്. അതിൽ വന്ദന ശിവ എഴുതിയിട്ടുണ്ട്, വിത്ത് സത്യാഗ്രഹം ലോകത്ത് ആവശ്യമായി വരുന്നു. കാരണം എന്തെങ്കിലും ഒരു പ്രാദേശികമായ ഉൽപ്പന്നം കണ്ടറിയാത്തത് കൊണ്ട് നമ്മൾക്ക് നമ്മുടെ പ്രതിരോധ ശേഷിയും സമരമാർഗവും നഷ്ടപ്പെടുത്തരുത്. അതാണ് നമ്മളെപ്പോലുള്ള ആളുകള് ഇത് ഒരു ദിവസം പൊരുതി നിൽപ്പോർ അവരെത്ര നല്ലവർ. ജർമ്മൻ കവി ബ്രഹ്ത്തിന്റെ വാക്കുകളാണ്. ഒരു നീണ്ട വർഷം പൊരുതി നിൽപ്പോർ അവരത്രേ അതിലേറെ നല്ലവർ. എന്നാൽ മറക്കായിക നീണ്ട വർഷം പൊരുതി നിൽപ്പോർ അവരത്ര നല്ലവർ. എന്നാൽ മറക്കായിക ഒരു ജീവിതം മുഴുവൻ പൊരുതി നിൽപ്പോ അവരത്രേ പോരിന്റെ സാരവും സത്തയും. പോരിന്റെ സാരവും സത്തയും.